പ്രിയപ്പെട്ട നായർ സമുദായാംഗങ്ങളെ, ചെന്നൈയിൽ നായർ ജാതി സമുദായ സംഘാടനവും പ്രവർത്തനങ്ങളും ഊർജിതപ്പെടുത്തുന്നതിന് ഒരു രൂപരേഖ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇതൊരു ഡ്രാഫ്റ്റ് മാത്രമാണ്. അംഗങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലഭിച്ചതിനു ശേഷം ഇത് പരിഷ്കരിക്കാവുന്നതാണ്, അഭിപ്രായ സമഞ്ജസം ഉണ്ടാകുന്നതുവരെ. അംഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള സംഘാടനത്തിന് മുൻതൂക്കം കൊടുത്ത് സംഘടനയ്ക്കുള്ളിൽ ജനാധിപത്യപരമായ കൂടിയാലോചനകൾ നിലനിർത്തിക്കൊണ്ട് നായർ സമുദായ സംഘടനാ പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയോടുകൂടി കാര്യക്ഷമമായി എങ്ങനെ ഊർജിതപ്പെടുത്താം എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ കരടുരേഖ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിലേക്ക് സമർപ്പിക്കുന്നു. കരയോഗങ്ങളുടെ മെമ്പർഷിപ്പ് സംവിധാനം പുനഃപരിശോധിച്ച് പുതുക്കുക, വർഷം 2 പ്രാവശ്യത്തിൽ കുറയാതെ. നിലവിലുള്ള ലൈഫ് മെമ്പർഷിപ്പ് അംഗത്വ സ്റ്റാറ്റസ് ഉപേക്ഷിക്കുക. അംഗങ്ങൾ നായർ ജാതിയിൽപ്പെട്ടവർ എന്ന് ഉറപ്പാക്കാൻ 1. SSLC ബുക്കിലെ ആദ്യ പേജിൻ്റെ കോപ്പി ആവശ്യപ്പെടുക. 2. റെഫറൻസിന് വേണ്ടി നാട്ടിലുള്ള നായർ ബന്ധുമിത്രാദികൾ 2 പേരുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകുവാൻ ആവശ്യപ്പെടുക. ഈ നിർണായകമായ സംഘടനാ നിർദ്ദേശങ്ങളോട് നിസ്സഹകരിക്കുന്ന അംഗങ്ങളെ സംഘടനാ പദവികളിൽ നിന്നും കഴിവതും ഒഴിവാക്കുക. ജാതിസത്വവുമായി ബന്ധമുള്ള 2 വിഷയങ്ങളാണ്: 1. ഹിന്ദു സംസ്കാരത്തോടുള്ള ആദരവും വിശ്വാസവും. 2. ജാതിസത്വത്തെ മാനിക്കാതെ അതിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോടും പ്രസ്ഥാനങ്ങളോടും ആശയങ്ങളോടും പുലർത്തുന്ന ആശയപരമായ എതിർപ്പും അകൽച്ചയും. ഇവ രണ്ടും അംഗത്വ മാനദണ്ഡങ്ങളിലെ നിർണായക ഘടകങ്ങളായി പരിഗണിക്കുക. അംഗങ്ങൾ മാസവരിസംഖ്യ തരാൻ ബാധ്യസ്ഥരാണെന്ന നിബന്ധന ഏർപ്പെടുത്തുക. ഇങ്ങനെ പിരിക്കുന്ന പ്രവർത്തന മൂലധനത്തിന് കൃത്യമായ, വ്യക്തമായ, സുതാര്യമായ കണക്കുകൾ സൂക്ഷിക്കുക. ഈ ധനം ബഡ്ജറ്റ് ചെയ്ത് ക്രിയാത്മകവും സംഘടനാ സമുദായാംഗ വളർച്ചയും ക്ഷേമവും മുന്നിൽ കണ്ടുകൊണ്ട് ശ്രദ്ധാപൂർവം വിനിയോഗിക്കുവാൻ ശ്രമിക്കുക. ബഡ്ജറ്റ് അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങാനുള്ള പൊതുയോഗങ്ങൾ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും കൂടുക. അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റ് പ്രപ്പോസൽസ് യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യുക. കഴിഞ്ഞ ബഡ്ജറ്റ് പ്രപ്പോസൽസും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയും ചെലവാക്കിയ പണവും അടുത്ത യോഗത്തിൽ വിലയിരുത്തുക. ഇത് പെർഫോമൻസ് അപ്രൈസൽ. അംഗങ്ങൾ 6 മാസം തുടർച്ചയായി അംഗത്വ വരിസംഖ്യയിൽ കുടിശ്ശിക വരുത്തിയാൽ അംഗത്വം റദ്ദാക്കുക. ചെന്നൈയിൽ ഒരു ഏകീകൃത വരിസംഖ്യ നിർണയപ്പെടുത്തുക. സമുദായ സംഘടനയിൽ താൽപ്പര്യമുള്ള അംഗത്തോട് ഏറ്റവും അടുത്തുള്ള കരയോഗത്തിൽ ചേരുവാൻ ഉപദേശിക്കുക, അഥവാ കരയോഗങ്ങളുടെ ദൂരപരിധി നിശ്ചയിക്കുക. യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അടുത്തടുത്ത 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്ന അംഗത്തോട് കാരണം അന്വേഷിക്കുക. സമുദായ സംഘടനയുടെ ഭാരവാഹിത്വത്തിന് താൽപ്പര്യപ്പെടുന്നവർ ഒരു കാരണവശാലും സാമൂഹ്യ സംഘടനാ ഭാരവാഹിത്വം വഹിക്കാൻ പാടുള്ളതല്ലെന്ന് കർശനമായി നിഷ്കർഷിക്കുക. ഇവിടെ സൂചിപ്പിച്ച മാറ്റങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതുക്കിയ ഏകീകൃതമായ ഭരണഘടന രൂപപ്പെടുത്തി അതാത് കരയോഗങ്ങളിൽ നടപ്പാക്കുക. ഭരണഘടന പ്രകാരം സംഘടനാ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തി സംഘടനയ്ക്കുള്ളിൽ അച്ചടക്കം നടപ്പാക്കുക. അംഗവും കരയോഗങ്ങൾ തമ്മിലും ഉള്ള മുഖ്യമായ കത്തിടപാടുകൾ ജിമെയിൽ മുഖാന്തരം നടത്തുക. വാട്സാപ്പും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ പ്രാഥമിക വിവരങ്ങൾ അതാത് കരയോഗം ഗൂഗിൾ ഷീറ്റിലാക്കി ഗൂഗിൾ ഡ്രൈവിൽ സ്റ്റോർ ചെയ്യുക. വിവിധ കരയോഗങ്ങൾ ചേർന്നുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് പുതിയ ഒരു ഘടനയോ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും സംഘടനയെയോ പരിഗണിക്കാവുന്നതാണ്. ഇതിനുള്ള ശ്രമങ്ങൾ ഉടൻ തുടങ്ങിവയ്ക്കണം. ഇതോടൊപ്പം അകത്തും പുറത്തുമുള്ള കരയോഗാംഗങ്ങൾ തമ്മിൽ ഇടപഴകുന്നതിനും വഴിയൊരുക്കേണ്ടതുണ്ട്. മന്നം നടപ്പിലാക്കിയതുപോലെ ജന്മനക്ഷത്ര പിരിവ് മുതലായവയെ പ്രോത്സാഹിപ്പിച്ച് സംഘടനയുടെ കോർപ്പസ് ഫണ്ട്സ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം സാമ്പത്തിക അച്ചടക്കം കർശനമായി പാലിക്കേണ്ടതുമുണ്ട്. ചെന്നൈയിലെ മൊത്തം നായർ ജാതി സമുദായാംഗങ്ങളുടെ എണ്ണം ക്രോഡീകരിച്ച് തദനുസരണമായി ബഡ്ജറ്റ് കണക്കാക്കി ഭാവി പദ്ധതികൾക്കായി കുറഞ്ഞത് 25 ഏക്കർ സ്ഥലം ചെന്നൈ സിറ്റിയുടെ പ്രാന്തപ്രദേശത്ത് വാങ്ങുന്നതിനുള്ള ശ്രമങ്ങൾ ഏകോപന സമിതി തുടങ്ങിവെക്കേണ്ടതുണ്ട്. കരയോഗങ്ങൾ ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറാതെ അല്ലെങ്കിൽ
മന്നം കൂട്ടം ചേരാതെ പാടവരമ്പത്ത് അങ്ങിങ്ങായി നിൽക്കുന്ന കൊക്കുകളായി നായന്മാരെ ഉദാഹരിച്ചതുപോലെ ചെന്നൈയിലെ നായർ കരയോഗങ്ങളും അതിലെ അംഗങ്ങളും ഇനിമേൽ ഇவ்வித ആക്ഷേപങ്ങൾക്ക് പാത്രമാകാതെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. കരയോഗ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള സമുദായങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖാമൂലമോ അല്ലാതെയോ പ്രതീക്ഷിക്കുന്നു. ജയ് ഹിന്ദ്.